ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കൊടുവള്ളി എന്ന നമ്മളെ സ്വന്തം ചാനൽ ഇന്ന് നിങ്ങളെ മുമ്പാകെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കുരുവിക്കല എന്ന സ്ഥലം. ബൈജു അനിത എന്ന ദമ്പതികളുടെ വീടാണ്. ഇവർക്ക് 2 പെൺമക്കളാണുള്ളത്. അന്ന 13 വയസ്സ്, മറിയ 14 വയസ്സ്. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, എന്നെ വിളിച്ചിട്ട് ഇവരെ പ്രശ്നങ്ങളും ഇവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് നമ്മുടെ സ്വന്തം ചാനൽ കൂടെ ഒന്ന് ആളുകളിലേക്ക് എത്തിച്ചതാണ്. ഇവരെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. ഒരു വീടിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ എന്നെ വിളിക്കുന്നത്. ചേട്ടായി, നമ്മളെ ഷെഡ് ചേട്ടായി കാണുന്നുണ്ടല്ലോ, ധൈര്യപ്പെട്ടിട്ട്, നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ അറിയാലോ ഇന്നത്തെ, ധൈര്യപ്പെട്ട് നമുക്ക് പെൺകുട്ടികളെ വെച്ചിട്ടൊന്നും ഇങ്ങനത്തെ ഒരു എന്താ പറയുക ആ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവർക്ക് 6 സെൻറ്റ് ഭൂമിയുണ്ട്. 6 സെൻറ്റ് ഭൂമിയിൽ ഇവിടുത്തെ ആ നാട്ടിലെ പള്ളി ഇടവക ആളുകളും അതേമാതിരി തന്നെ നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് ആ ഒരു എന്താ പറയുക ആ വീടിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. ബാക്കിയുള്ള കാര്യം നിങ്ങൾക്കറിയാലോ, ഇന്നൊരു വീടുണ്ടാക്കണമെങ്കിൽ അത്രക്കും എക്സ്പെൻസാണ്. എല്ലാ ആളുകളും കൂടെ ഒന്ന് കൈകോർക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2 പെൺകുട്ടികളെ ആലോചിച്ചിട്ടെങ്കിലും നമുക്കതൊന്ന് എല്ലാവർക്കും ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ആളുകളും ഒന്ന് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇവരെ അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ജിപേൻ്റെ നമ്പറൊക്കെ ഞാൻ ഈ ചാനലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ടടിയിൽ മെൻഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെയാണോ ഇവർക്ക് സഹായം എത്തിച്ച് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മാക്സിമം ആളുകൾ സപ്പോർട്ട് ചെയ്യണം. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇവർ നമ്മുടെ മുമ്പിൽ കൈ നീട്ടിയത്. ഒരു വീട് അല്ലേ, അതൊരു ചെറിയൊരു വീട്. അവരിപ്പോൾ നിൽക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് അവർക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട്, ആ പെൺകുട്ടികളെ ഭാവി അല്ലേ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, ആരും തട്ടി മാറ്റി കളയരുത്. പറ്റുന്നത് പോലെ എല്ലാവരും ഒന്ന് സഹായിച്ച് ആ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം. നാളെ ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്. വേറൊന്നും നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല.